പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളെ പ്രണയിക്കുന്ന ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സൃഷ്ടിക്കാനും താല്പര്യമില്ലാത്തവരായിട്ട് ആരും ഈ ലോകത്തിലില്ല. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും, ചിലർക്കിത് വളരെ പാടായിട്ട് തോന്നും. ഒരു രീതിയിൽ പറഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് പോലെ. ലവ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്, അതാണ് ഇന്നത്തെ വിഷയം. ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലവിൻ്റെ 3 ടൈപ്പുകളെക്കുറിച്ചും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളുടെ 4 ടൈപ്പുകളെക്കുറിച്ചും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു. ഇതെല്ലാം വെച്ച് നിങ്ങൾ ഇതിലേത് ടൈപ്പിൽപ്പെട്ട ലവ് ഉള്ള ആളാണ്, ഏത് ടൈപ്പിൽപ്പെട്ട അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളാണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്നും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ലവിൽ വരുന്ന ആദ്യത്തെ ടൈപ്പാണ് റൊമാൻറ്റിക് ലവ്. ഒട്ടുമിക്ക പ്രണയങ്ങളുടെയും തുടക്കം റൊമാൻറ്റിക് ലവിൽ നിന്ന് തന്നെയാണ്. റൊമാൻറ്റിക് ലവ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഇൻറ്റൻസ് പാഷൻ, എക്സൈറ്റ്മെൻറ്റ്, പിന്നെ അറ്റാച്ച്മെൻറ്റ്. അമിതമായ ആകാംക്ഷ, ആഗ്രഹം, പിന്നെ അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെയാണ്. രണ്ടാമത് വരുന്നത് കമ്പാനിയനേറ്റ് ലവ്. ഒരാളോട് കാണിക്കുന്ന ഒരു അമിതമായിട്ടുള്ള സ്നേഹം, അതുപോലെ ആ വ്യക്തിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലാണ് കമ്പാനിയനേറ്റ് ലവ് കൂടുതലായിട്ടും സെൻസ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തേത് കൺസ്യൂമേറ്റ് ലവ്. റൊമാൻറ്റിക് ലവിൻ്റെയും കമ്പാനിയനേറ്റ് ലവിൻ്റെയും ഒരുതരം കോമ്പിനേഷനാണ് കൺസ്യൂമേറ്റ് ലവ്. ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ, പാഷൻ, പിന്നെ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഈ ലവിലെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ലവ് കൂടുതലായിട്ടും ഒരാണും പെണ്ണും തമ്മിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ചില ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കുന്നത് കാണുമ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാണോ അതോ സുഹൃത്ത് ബന്ധമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കൺസ്യൂമേറ്റ് ലവ് ആ ടൈപ്പിൽ വരുന്നതാണ്. ലവിൻ്റെ 3 ടൈപ്പുകളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ആദ്യം വരുന്നതാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള വ്യക്തികൾ എപ്പോഴും സേഫായിട്ടിരിക്കാനും അതുപോലെ റിലേഷൻഷിപ്പുകളിൽ ഒരുതരം വിശ്വാസം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവരിൽ ചില കൂട്ടർ സേഫായിരിക്കാനും എന്നാൽ ചിലർ തൻ്റെ പാർട്ട്ണറെ സേഫ് ആക്കാനും ശ്രമിക്കുന്നവരായിരിക്കും. പാർട്ട്ണറിൽ അമിതമായ രീതിയിൽ വിശ്വാസം ഇവർ വെച്ച് പുലർത്തും. രണ്ടാമതായി വരുന്നതാണ് ആൻഷ്യസ് പ്രീ ഒക്കുപ്പൈഡ് അറ്റാച്ച്മെൻറ്റ്. ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകൾ എപ്പോഴും ഇൻസെക്യൂർ ആയിരിക്കും. അവർക്ക് എപ്പോഴും ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരിക്കും. അതുപോലെ അവർ ആൻസൈറ്റി ഇഷ്യൂസും ഉള്ളവരായിരിക്കും. പാർട്ട്ണർ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. അത് നല്ല രീതിയിൽ ഇവരുടെ പെരുമാറ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തേത് ഡിസ്മിസീവ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകൾ ഇൻറ്റിമസിയും ഇമോഷണൽ കണക്ഷനും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയുള്ള ആളുകളായിരിക്കും. അറിയാത്ത ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ ആയിരിക്കും ഇവർ അവരുടെ പാർട്ട്ണറോട് പെരുമാറുക. ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ അത്ര സുഖകരമായിരിക്കില്ല. അവസാനമായിട്ട് വരുന്നതാണ് ഫിയർഫുൾ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ്. ആൻസൈറ്റി ഇഷ്യൂസിൻ്റെയും പിന്നെ അവോയ്ഡൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ ഫോമാണ് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. എന്നാൽ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ടാവുന്നത് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രോമയുടെയോ അല്ലെങ്കിൽ നെഗ്ലക്റ്റിൻ്റെയോ ഭാഗമായിട്ടായിരിക്കും. പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ സൃഷ്ടിക്കുന്നത്. ലവ് ആൻഡ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് ന്യൂറോബയോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. സാമൂഹ്യ ബന്ധം, സോഷ്യൽ ബോണ്ടിങ്, പിന്നെ അടുപ്പം, അറ്റാച്ച്മെൻറ്റ്, വിശ്വാസം, ട്രസ്റ്റ്, ഇവ 3 നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നാൻ കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഹോർമോണാണ്. ആ ഹോർമോണിൻ്റെ പേരാണ് ഓക്സിറ്റോക്സിൻ. അതുപോലെ തന്നെ അമിതമായ ആനന്ദം, പ്രോസസ്സിങ് പ്ലഷർ, പിന്നെ മോട്ടിവേഷൻ, അതുപോലെ റൊമാൻറ്റിക് ലവുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഇത് 3 ഉണ്ടാകാൻ പ്രധാനമായി റോള് വഹിക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ. അതുപോലെ സോഷ്യൽ റെക്കഗ്നൈസേഷൻ, പിന്നെ അടുപ്പം, ബന്ധം, ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഹോർമോണാണ് വാസോപ്രസിൻ. ഇതുപോലുള്ള കുറച്ച് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ് നമുക്ക് മറ്റൊരാളോട് അനുരാഗവും സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ തോന്നാനുള്ള കാരണം. ഈ ഹോർമോൺസിൻ്റെയൊക്കെ ബാലൻസ് തെറ്റുന്നതിനനുസരിച്ച്, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ തെറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും അനുരാഗവും അറ്റാച്ച്മെൻറ്റും ഒക്കെ കൂടിയും കുറഞ്ഞു ഇരിക്കും. പകുതിയിലധികം പേർക്കും ഇതൊന്നും അറിയത്തില്ല. എന്നാൽ കുറച്ചധികം പേർക്ക് ഇതൊക്കെ അറിയാനിട്ടും അവർ അത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല. വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.